ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോ കൂടി കാണിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ്ഗ് പൊറാത്തയുടെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സവാള വഴറ്റോ അല്ലെങ്കിൽ പിന്നെ പച്ചക്കറികൾ വേവിക്കോ അതൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. എന്നും ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കുകയും ചെയ്യും, നമുക്കും പണി ഈസിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഒരു വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാനൊരു 5 മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനി ഗ്രേറ്റ് ചെയ്യണ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. 5 മുട്ടയും ഞാനങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സവാള ചെറുതായി നല്ലോണം ചോപ്പ് ചെയ്ത സവാളയാണിത്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് പിന്നെ കുറച്ച് മല്ലിയില നല്ലോണം ചെറുതാക്കി അരിഞ്ഞതും ഇട്ടിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നല്ലോണം ഇത് നല്ല മിക്സ് ചെയ്ത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ വെക്കുന്ന സ്റ്റഫ് റെഡി ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം. ചപ്പാത്തി ഒരു മീഡിയം സൈസിൽ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂണ് ഈ മിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ സമോസയ്ക്ക് മടക്കണ മാതിരി ഇതേമാതിരി വീഡിയോയിൽ കാണുന്ന മാതിരി ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഗോതമ്പ് പൊടി തൂവിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന മാതിരി നീളത്തിൽ ഒന്ന് പരത്തിയെടുക്കുക. അധികം പ്രസ് ചെയ്ത് പരത്തേണ്ട ആവശ്യമില്ല, സോഫ്റ്റായിട്ട് പരത്തിയാൽ തന്നെ അത് പരന്നോളും. അങ്ങനെ ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം, കാര്യമായിട്ട് പണിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അങ്ങനെ ചട്ടി ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ പൊറാത്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കണമെങ്കിൽ. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടറും 2 സൈഡിലും നമ്മൾ തടവി കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചൂടോടെ ആയിട്ടുള്ള എഗ്ഗ് പൊറാത്ത റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുണ്ടല്ലോ അത് മതി. കുട്ടികൾക്ക് വേണമെങ്കിൽ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.